ശാസ്ത്രം വളർന്ന് അതിന്റെ അത്യുന്നമനത്തിൽ എത്തിയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും. അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ. അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന വിമാനങ്ങളുടെയും കപ്പലുകളുടെയും കഥകൾ പതിറ്റാണ്ടുകളായി നാം കേൾക്കുന്നതായിരിക്കും. അതും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഒരിടം. പ്രേതക്കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം, റേഡിയോകൾ നിശ്ചലമാകുന്ന, വടക്ക് നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഒരിടം. പ്രേതങ്ങളാണെന്നും അന്യഗ്രഹ ജീവികളാണ് ഇതൊക്കെ ഇല്ലാതാക്കുന്നു എന്നിങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ബർമുഡ ട്രയാങ്കിൾ ലോകത്തെ ഒരു കള്ളക്കഥയാണ്. ബർമുഡ ദ്വീപുകളുടെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂറട്ടോറിക്കോയിലെ സാൻ ജുവാനെയും സംബന്ധിച്ച ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ ദൂരമുണ്ട്. ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ട ഇടമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമാണെന്നെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ബർമുഡ ട്രയാങ്കിളിനടുത്ത് വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്കുകൾ പറയുന്നത്. വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാരണങ്ങളാണ് ദുരൂഹതകളും മിഥ്യാധാരണകളും കൂടാൻ തന്നെ കാരണം. 1964-ൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കു നോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് യാത്രാ വിവരണത്തിൽ പറയുന്നു. 1918 മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബോൾട്ടിമാറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത്. 309 പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല എന്നത് ഏവരെയും ഭീതിയിലാഴ്ത്തുകയായിരുന്നു. 1941-ൽ US-ന്റെ തന്നെ USS പ്രോട്ടിയസ് എന്ന കപ്പലും 1 മാസത്തിനു ശേഷം USS നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി. 1945-ൽ US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന 5 TBM അവെഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങളും ബർമുഡ ട്രയാങ്കിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു. ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതാവുകയായിരുന്നു. എല്ലാം ദുരൂഹമായി തോന്നുന്നു, അല്ലേ? വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ. ഒന്നും ശരിയായി തോന്നുന്നില്ല. എവിടെയാണ് ഞങ്ങളെന്നറിയില്ല. വെള്ളയല്ല, പച്ച നിറത്തിലാണ് വെള്ളം. കാണാതായ വിമാനങ്ങളിൽ ഒന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു: അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു. US അന്വേഷണം അവസാനിപ്പിച്ചു. വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്ന പോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം. 2020 ഡിസംബറിൽ ബഹാമാസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. എന്നാൽ വിഷയത്തിൽ ശാസ്ത്രം പിന്നോട്ടു പോയില്ല. ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം 2016-ൽ കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ്. ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു. ഹറിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് 45 അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും. ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ രസകരം എന്തെന്നാൽ ബർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഏറെ കൗതുകം.
നിഗൂഢമായതിനെ ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ ധാരാളം കഥകൾ പ്രചരിക്കുന്നത് സ്വാഭാവികമാണ്. അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയെന്ന് യവന പുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിസ് ദ്വീപാണ് ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അന്യഗ്രഹ ജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണ് ഇതെന്നും തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതേസമയം ബർമുഡ ട്രയാങ്കിൾ എന്നത് വെറും മിഥ്യയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ തോത് അത്ര വലുതല്ലെന്നും അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരും ഇവിടെയുണ്ട്. ബർമുഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെ ഇല്ലെന്നുമാണ് അമേരിക്ക പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽ പാതയിലാണുള്ളത്. അതുകൊണ്ടാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നതെന്നും അഭിപ്രായപ്പെടുന്ന പഠനങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ബർമുഡ ട്രയാങ്കിളിന്റെ ക്രമരഹിതമായ കാലാവസ്ഥാ പാറ്റേണുകൾ, പെട്ടെന്നുള്ള കൊടുങ്കാറ്റുകളും ജലസ്രോതസ്സുകളും ഉൾപ്പെടെ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രകൃതിദത്ത സംഭവങ്ങൾ ദൃശ്യപരത, നാവിഗേഷൻ സംവിധാനങ്ങൾ, വാഹന സ്ഥിരത എന്നിവയെ സാരമായി ബാധിക്കുകയും അപകടങ്ങൾ കൂടുതൽ സാധ്യതയുള്ളതാക്കുകയും ചെയ്യും എന്നതാണ് മിക്ക ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയത്. എന്നാലും ഇത്തരത്തിലുള്ള നിഗൂഢതകൾക്ക് വിരാമം എന്ന തരത്തിൽ കഴിഞ്ഞ 70 വർഷങ്ങളായി നിലനിന്നിരുന്ന ഊഹാപോഹങ്ങളെ മാറ്റി ചിന്തിക്കാൻ കഴിയാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്.